മിക്സിയിൽ അരച്ചതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഡിറ്റർജൻറ്റ് അതായത് പ്രില്ല്, ഹാൻഡ് വാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കും. ഒരു മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലും മിക്ക വീടുകളിലും എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ ഇരുമ്പാമ്പുളി. അപ്പോൾ ഇരുമ്പാമ്പുളി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യണതാണ് അച്ചാറിടൽ, അതുപോലെ തന്നെ കറിയിലൊക്കെയാണ് കൂടുതൽ പേരും ഇടുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ഇരുമ്പാമ്പുളി വെച്ചിട്ടൊരു ഡിഷ് വാഷാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചൊരു അരപ്പാത്രോളം ഇരുമ്പാമ്പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മളെ കയ്യിൽ കുറച്ച് ഇരുമ്പാമ്പുളിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അത് മൂടാൻ പാകത്തിനുള്ള വെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചാലും മതി. അതല്ല കറണ്ട് അടുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് സാധാ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ഈ ഒരു വെള്ളം തന്നെ നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് നല്ല എന്താ പറയുക, നല്ല പോലെ അരഞ്ഞിരിക്കണം. അതുപോലെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ ഒരു വെള്ളം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഈ അരിച്ചെടുത്ത് കഴിഞ്ഞാലുള്ള ആ ഒരു വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളൂ. അതിൻ്റെ കച്ചറകളൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഞാനത് അരിച്ചെടുക്കുന്നത് കാണിച്ചു തരാം. കണ്ട, കുറേ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടുള്ളതും ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്കിത് അരിച്ചെടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു അരിപ്പത്തട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇപ്പം അത് കംപ്ലീറ്റ് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത ട്രിക്ക്. ഇനി ഈ വെള്ളം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ കയ്യിൽ ഇതുണ്ടാവുമല്ലോ, അതായത് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതായത് ഈ ഒരു സ്പൂണ് ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോണത് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോണത്. ബേക്കിംഗ് സോഡ കൊണ്ട് ഇട്ട് കൊടുത്താലാണ് അതിങ്ങനെ തിളച്ച് പൊന്തുന്ന പോലെ കളർ വ്യത്യാസമൊക്കെ വരും. ആകെ ഒരു സോപ്പും പൗഡർ ഒരു രീതിയിൽ ആയി കിട്ടും നമ്മൾ ഈ ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ. കണ്ട, നന്നായിട്ട് പതമായിട്ട് വന്നിട്ടില്ലേ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് നമ്മളതിൽ എന്തെങ്കിലും, അതായത് പാത്രം കഴുകണ എന്തെങ്കിലും ഡിഷ് വാഷ് അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ, അതായത് പ്രില്ല് അതുപോലെ തന്നെ എന്തെങ്കിലും മണമുള്ള എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല സോപ്പും പൊടിയാണ് നമ്മുടെ കയ്യിലുള്ളത് വെച്ചെങ്കിൽ അതൊരു തരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തുണികളൊക്കെ മുക്കാൻ ഒരു മണമുള്ള എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കില്ല. അതായത് തുണികളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചെങ്കിൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഒഴിച്ചു കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തുണികളൊക്കെ കഴുകിക്കഴിഞ്ഞാൽ ഒരു മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമല്ലോ, അപ്പോൾ അതിൽപ്പെട്ട ഒരു മണമുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ മണമുള്ളത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. എത്ര കറ പിടിച്ച ഗ്ലാസ് ആണെങ്കിൽ പോലും നന്നായിട്ട് കണ്ണാടിച്ചില്ല് പോലെ നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഞാനിത് ഉണ്ടാക്കിയിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞാനിതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതില്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, ഉള്ളതുപോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഏത് കറ പിടിച്ച സാധനങ്ങളാണെങ്കിലും നമുക്കത് ഈ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇരുമ്പാമ്പുളി ഉണ്ടോ? അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കുക. ഇരുമ്പാമ്പുളി കൊണ്ട് അച്ചാർ, അതുപോലെ തന്നെ കറിയിൽ ഇടാനും മാത്രമല്ല, ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇരുമ്പാമ്പുളി ഉപയോഗിക്കാം. അപ്പോൾ അനാവശ്യമായിട്ട് കളയണ ഇരുമ്പാമ്പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.